എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു മികച്ച മാനേജർ അഥവാ ഒരു മികച്ച ലീഡറായി മാറാൻ ഏറ്റവും കൂടുതൽ സഹായകരമായ ഒരു 7 കാര്യങ്ങളെ പറ്റിയാണ്. ഏത് സ്ഥാപനവും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒരു നല്ല മാനേജരെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ടീമിലുള്ള ആളുകളെയൊക്കെ നല്ല രീതിയിൽ വാർത്തെടുത്ത് ഒരു മികച്ച ടീമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ പല സ്ഥാപനങ്ങളിലും, എസ്പെഷ്യലി ഞാനൊരു കൺസൾട്ടൻറ്റും കൂടെ ആയതുകൊണ്ട് കാണുന്ന കാഴ്ച, പല മാനേജേഴ്സും പിൽക്കാലത്ത് മാനേജർ ഒരു ടീം, കൂടെയുള്ള എംപ്ലോയീസ് വേറൊരു ടീം, അങ്ങനെയായി മാറുന്ന അവസ്ഥ. അല്ലെങ്കിൽ ഈ മാനേജർ നിലനിൽക്കുമ്പോൾ തന്നെ മാനേജേഴ്സിൻ്റെ കുറ്റവുമായിട്ട് താഴെയുള്ള ആൾക്കാർ മാനേജ്മെൻറ്റിൻ്റെ അടുത്തെത്തുന്നു. ഒന്നും സിങ്ക് ആവാത്ത അവസ്ഥ. മാനേജ്മെൻറ്റ് എന്ത് ആഗ്രഹത്തിലാണോ മാനേജറെ അപ്പോയിൻറ്റ് ചെയ്തത് നടക്കാത്ത അവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ഓർഗനൈസേഷനിലും നിങ്ങളൊരു അസറ്റായി മാറും നല്ല ഒരു മാനേജർ, നല്ലൊരു മെൻറ്റർ, നല്ലൊരു ലീഡർ, നല്ലൊരു ടീം പ്ലെയറൊക്കെ ആയി മാറുകയാണെങ്കിൽ. അതിന് സഹായകരമായ 7 കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് പറയാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, വെൻ യു ഡൂ ദ വർക്ക് യു നീഡ് ലോജിക്, അല്ലേ? നമ്മളൊരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ലോജിക്കാണ് വേണ്ടത്. വെൻ യു ലീഡ് എ ടീം യു നീഡ് എംപതി. എംപതി എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് കാര്യങ്ങളെ കാണാനുള്ള കഴിവ്. അതെനിക്ക് വർക്ക് തന്ന ആൾ, എൻ്റെ ഓൺട്രപ്രണറിനെയോ അല്ലെങ്കിൽ എൻ്റെ ഹയർ ലെവൽ മാനേജ്മെൻറ്റിനെ പറ്റിയുള്ള ചിന്തയാവാം, എൻ്റെ താഴെ പ്രവർത്തിക്കുന്ന ആളുകൾ, 2 കൂട്ടരുടെയും മനസ്സിലുള്ളത് ഞാനായിരുന്നു എങ്കിൽ എന്ന് തോന്നിക്കുന്ന രൂപത്തിൽ അത് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന എംപതി ഒരു മാനേജർക്ക് വളരെ ആവശ്യമാണ്. കാരണം ഒരു മാനേജർ അഥവാ ഒരു ലീഡറായി പ്രവർത്തിക്കുമ്പോൾ IQ അഥവാ ഇൻ്റലിജൻസിനേക്കാൾ കൂടുതൽ വേണ്ടത് EQ ആണ്, ഇമോഷണൽ കോഷ്യൻ്റ്. നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പല രീതിയിൽ പല അവസരങ്ങളിൽ ചിലപ്പോൾ കർക്കശമായ നിലപാടുകൾ, ചിലപ്പോൾ ലളിതമായ പ്രവർത്തനങ്ങൾ പലതും നമുക്ക് പറയേണ്ടതായിട്ടും വരും. മുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡോസ് ഉണ്ട്, അത് അതുപോലെ താഴെയുള്ളവർക്ക് പോയി കൊടുക്കുക. ഇതൊന്നും അല്ല ഒരു മാനേജർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ ഓരോ മാനേജേഴ്സും നല്ല മെൻറ്റേഴ്സും ആയിരിക്കണം, ടീമിനെ നല്ല സപ്പോർട്ടേഴ്സും ആയിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഈ മെൻറ്ററാവാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ലീഡറാവാൻ പറ്റുക എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം ലിസൺ ആക്റ്റീവ്ലി. ടീമിലുള്ളവരെ ആക്റ്റീവായിട്ട് തന്നെ ഒന്ന് ലിസൺ ചെയ്യണം, ശ്രദ്ധിക്കണം. ശരിക്കും നമ്മുടെ കീഴിലുള്ളവരാ, നമ്മൾ പറയുന്നത് അങ്ങോട്ട് കേൾക്കുക, റേഡിയോ ഓൺ ചെയ്ത പോലെ സംസാരിക്കുക. അത് മാത്രമല്ല, ഇങ്ങോട്ടും കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം. അതും പ്രത്യേകിച്ച് നമ്മുടെ ടീമിലുള്ളവരുടെ കൺസേൺസും ആസ്പിറേഷൻസും, അവരുടെ ആശങ്കകളും അവരുടെ അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ ഇത് മനസ്സിലാക്കുകയും ഈ പ്രശ്നങ്ങളെ പരിഗണിക്കുക, പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഓരോ പ്രവർത്തനങ്ങൾ വഴി അവരുടെ ആഗ്രഹങ്ങളിലേക്ക് അവരെ കണക്ട് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ടീം എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കും. രണ്ടാമത്തെ കാര്യം, ഓഫർ ഗൈഡൻസ്. നമ്മുടെ എക്സ്പീരിയൻസ്, ഒരു ലീഡർ അഥവാ ഒരു മാനേജർ അത്രയും കാലത്തെ പ്രവർത്തന പരിചയങ്ങളൊക്കെ വെച്ചുകൊണ്ട് ടീമിലുള്ളവർക്ക് സപ്പോർട്ട് കൊടുക്കുക, ഗൈഡൻസ് കൊടുക്കുക, നമ്മുടെ എക്സ്പീരിയൻസ് പകർന്നു കൊടുക്കുക, നമ്മുടെ ഉൾക്കാഴ്ചകൾ, ഇൻസൈറ്റ്സ് അത് അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. വളരാനായിട്ട് സഹായിക്കുന്ന ഒരാളെയും ആരും വിട്ടുപിരിയുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം, പ്രൊവൈഡ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് ഇസ് ദ ബ്രേക്ക്ഫാസ്റ്റ് ഫോർ ചാമ്പ്യൻസ് എന്നാണ്. ഫീഡ്ബാക്ക് കറക്റ്റ് സമയത്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അത് മേ ബി കൺസ്ട്രക്റ്റീവായിട്ട്, അല്പം കർക്കശമായിട്ട് സംസാരിക്കേണ്ട വിവരങ്ങളും ഉണ്ടാവും, ചിലപ്പോൾ സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. എന്ത് ഫീഡ്ബാക്ക് ആണെങ്കിലും, നല്ലത് ചെയ്താലും മോശം ചെയ്താലും അത് കാര്യകാരണ സഹിതം കറക്റ്റായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു സംസ്കാരം ഒരു ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. നാലാമത്തെ കാര്യം, എൻകറേജ് ഗ്രോത്ത്, വളർച്ച എന്ന് പറയുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളായിരിക്കണം. നമ്മുടെ കൂടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും സ്ട്രെങ്ത് എന്താ, വീക്ക്നെസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി അവർക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് വളരാനായിട്ട്, ഡെവലപ്മെൻറ്റിന് വേണ്ടി, അത് ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ആളായിരിക്കണം ഒരു ലീഡർ. അങ്ങനെ ആകുമ്പോഴാണ് അദ്ദേഹം ഒരു മെൻറ്ററായി മാറുന്നത്. അഞ്ചാമത്തെ കാര്യം, ബിൽഡ് ട്രസ്റ്റ്. വിശ്വാസം നേടിയെടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബി റിലയബിൾ, ഹോണസ്റ്റ് ആൻഡ് അപ്രോച്ചബിൾ. നമ്മുടെ ടീമിലുള്ള ആളുകൾ പലപ്പോഴും പല സീക്രട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മളോട് ഷെയർ ചെയ്യും. അതിൻ്റെ ഒരു ഗ്രേഡിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആളുകളോട് പറയേണ്ടതാണോ പറയേണ്ടാത്തതാണോ ഇത്തരം കാര്യങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടായിരിക്കണം. അതുപോലെ മറ്റുള്ളവർക്ക് എന്ത് കാര്യവും നമ്മുടെ അടുത്ത് വന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി, ഒരു അപ്രോച്ചബിളായിട്ടുള്ള ആളും ആയിരിക്കണം നമ്മൾ. ആറാമത്തെ കാര്യം, സെറ്റ് ആൻ എക്സാമ്പിൾ. നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതിലല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം അവരുടെ മുമ്പിൽ എന്ത് ബിഹേവിയറാണ്, എന്ത് വർക്ക് എത്തിക്കാണ് നമ്മുടെ ടീമിലുള്ളവരിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ ജോലിക്ക് സമയത്തിന് വരുന്ന കാര്യമായിരിക്കും, ടീം വർക്കായിരിക്കും, കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ട് പോകുന്ന സ്വഭാവമായിരിക്കും, ഒരു കാര്യം ഏറ്റെടുത്താൽ 100% അർപ്പണബോധത്തോടുകൂടി ചെയ്യുന്ന കാര്യമായിരിക്കും. ഇതിനൊക്കെ ഒരു എക്സാമ്പിളായി നമ്മൾ ആദ്യം മാറേണ്ടതുണ്ട്. ആൻഡ് ഫൈനലി പറയാനുള്ളത്, സെലിബ്രേറ്റ് വിൻസ്. നമ്മുടെ ഓരോ അച്ചീവ്മെൻറ്റുകളും സെലിബ്രേറ്റ് ചെയ്യാനുള്ളതാണ്. നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ടീമിലുള്ള ഓരോരുത്തരുടെയും മികച്ച പ്രവർത്തനങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുക, അത് കണ്ടെത്തുക, അവരെ അതിന് വേണ്ട സെലിബ്രേഷൻസിലേക്ക് കൊണ്ടുവരിക, അവരെ ചിലപ്പോൾ ഗിഫ്റ്റ് ചെയ്യേണ്ടതുണ്ടാവും. നമ്മുടെ ടീം ഒരു അടിപൊളിയായിട്ടുള്ള കാര്യം ചെയ്ത് കഴിയുമ്പോൾ ഒരു ആഘോഷമായിരിക്കും. അത് ചെറുതോ വലുതോ ആയിട്ടുള്ള ആഘോഷങ്ങളൊക്കെ വഴി
നമ്മുടെ ടീം എന്ന വികാരം അവരിലേക്ക് ഉണ്ടാക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബീങ് എ മെൻറ്റർ ഇസ് അബൌട്ട് ലിഫ്റ്റിംഗ് അതേഴ്സ് അപ്പ്. മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരുന്നവനാണ് മികച്ച മെൻറ്റർ, മികച്ച ലീഡർ. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഓരോ മാനേജേഴ്സും അതിനുവേണ്ടി ഒന്ന് ശ്രമിക്കുക. നമ്മുടെ വ്യക്തിഗത പെർഫോമൻസിന് മാത്രം ലക്ഷ്യം വെക്കാതെ ടീമിൻ്റെ ഉന്നതി, ടീമിൻ്റെ സക്സസ്, അതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും സക്സസ്. ആ രീതിയിൽ പ്രവർത്തിച്ചാൽ ഓരോ മാനേജേഴ്സിനും മികച്ച മെൻറ്റേഴ്സും മികച്ച ലീഡേഴ്സുമായി മാറാൻ സാധിക്കും. താങ്ക് യു.